ലോ വേഴ്സസ് അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. AIS, TIS എന്നിവ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ITR ഫയൽ ചെയ്യുന്നത് വഴി ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യത ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഇനി എന്താണ് TIS? ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറിയാണ് TIS എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്നത്. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം പ്രകാരം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡേറ്റ മുഴുവൻ പടിപടിയായി കമ്പ്യൂട്ടറൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഡേറ്റയും ഗവൺമെൻറ്റിന് ബാങ്കുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, റിസർവ് ബാങ്ക് തുടങ്ങി മറ്റു പല ഏജൻസികളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് TIS, AIS, 26AS തുടങ്ങിയവ. TIS റിപ്പോർട്ട് ഏതാണ്ട് 50ഓളം ഐറ്റങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അതിലെ സർവ്വസാധാരണമായ ഐറ്റത്തിൻ്റെ ഒരു ടേബിൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ ബാങ്ക് ഇൻട്രസ്റ്റ്, മ്യൂച്വൽ ഫണ്ട് സെയിൽ ചെയ്തത്, വസ്തു വാങ്ങൽ, ക്യാഷ് ഡിപ്പോസിറ്റ്, ക്യാഷ് വിത്ഡ്രോവൽ, വാഹനം വാങ്ങിയവ തുടങ്ങിയവയാണ് സാധാരണക്കാരെ പ്രധാനമായും ബാധിക്കുന്നത്. അടുത്തത് AIS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത് TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, 2 TCS അഥവാ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, 3 ലാൻഡ് പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, 4 ലോൺ കൊടുത്തത് അല്ലെങ്കിൽ ലോൺ വാങ്ങിച്ചത് പോലെയുള്ള സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, 5 ടാക്സ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ്, 6 അസസ്മെൻറ്റിന് ശേഷം ലഭിച്ച റീഫണ്ട് എമൗണ്ട് തുടങ്ങിയവയാണ് പ്രധാനമായും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ AIS റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അടുത്തത് 26AS. 26ASൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ടാക്സ് ഇൻഫർമേഷൻ സമ്മറി അഥവാ TIS അറിയപ്പെടുന്നത്. 26AS റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ഭാഗം ഒരാളുടെ പാൻ കാർഡ് നമ്പർ, പേര് തുടങ്ങിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് TDS, TCS എന്നിവയെക്കുറിച്ചാണ്. പിന്നീടുള്ളത് ടാക്സ് അടച്ചതിൻ്റെയും റീഫണ്ട് കിട്ടിയതിൻ്റെയും ഡീറ്റെയിൽസ് ആണ്. ITR ഫയൽ ചെയ്യുന്നതിന് മുൻപ് AIS, TIS, 26AS എന്നിവ ചെക്ക് ചെയ്തിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓരോരുത്തരും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകളും മറ്റും തിട്ടപ്പെടുത്തിയതിന് ശേഷം ഏതെങ്കിലുമൊക്കെയുള്ള ട്രാൻസാക്ഷൻസ് കണക്കിൽ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ 3 റിപ്പോർട്ടുകളും ചെക്ക് ചെയ്യുന്നത് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. അതുവഴി ITRൽ വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കുവാൻ സാധിക്കും. പണ്ടത്തെ പോലെയല്ല, ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഗവൺമെൻറ്റിൻ്റെ പക്കൽ റെക്കോർഡുണ്ട്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രകാരമുള്ള റിപ്പോർട്ടുകളിൽ നിന്നും ഓരോരുത്തർക്കും കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. അതിനുശേഷം ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ITRൽ നമ്മൾ ഡീറ്റെയിൽസ് ചേർക്കാൻ വിട്ടുപോയിട്ടുള്ള ട്രാൻസാക്ഷനെ കുറിച്ച് ഉള്ള നോട്ടീസ് വരാൻ സാധ്യത പൂർണ്ണമായി ഒഴിവാക്കാം. സൂക്ഷിക്കുക, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും റെക്കോർഡ് ഉണ്ട്. ഏത് മാസത്തിലാണ് ITR ഫയൽ ചെയ്യേണ്ടത്? TDS, TCS തുടങ്ങിയവ പിടിച്ചിട്ടുള്ളവർ അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ കാലതാമസം വരാറുള്ളതുകൊണ്ട് ജൂൺ 15 ശേഷവും ജൂലൈ 25 വരെയുള്ള സമയത്ത് IT റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. TIS, AIS, 26AS തുടങ്ങിയവ ചെക്ക് ചെയ്യുമ്പോൾ റിപ്പോർട്ടുകളിൽ ഉള്ളതും നമ്മുടെ പക്കലുള്ള റെക്കോർഡ്സ് തമ്മിലുള്ള ഇറേഴ്സ്, മിസ്റ്റേക്സ് തുടങ്ങിയവ ബന്ധപ്പെട്ടവരെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള സമയം ലഭിക്കും. തെറ്റുകൾ സംഭവിക്കുക സർവ്വസാധാരണമാണ്. ഉദാഹരണത്തിന്, സാലറിയിൽ നിന്നും TDS പിടിച്ച എംപ്ലോയർ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തെറ്റായ ഫിഗേഴ്സ് എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ബാങ്കുകൾ ഇൻട്രസ്റ്റിന്മേൽ TDS പിടിച്ചത് തെറ്റായി സബ്മിറ്റ് ചെയ്യുക, സാമ്പത്തിക വർഷം സെലക്ട് ചെയ്യുമ്പോൾ വർഷം മാറി സബ്മിറ്റ് ചെയ്യുക, 2 പേരുടെ പേരിലുള്ള പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ TDS ഒരാളുടെ പേരിൽ മാത്രം അടയ്ക്കുക, പാൻ നമ്പർ തെറ്റായി കാണിക്കുക തുടങ്ങിയവ വഴി റിപ്പോർട്ടുകളിൽ തെറ്റുകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള തെറ്റുകൾ തിരുത്താനും സമയമെടുക്കുന്നത് കൊണ്ട് അതുകൂടി ചെയ്തതിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ എടുത്ത്
ഒത്തുനോക്കിയതിന് ശേഷം മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ITR ഫയൽ ചെയ്യുക. അതുപോലെ ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കൃത്യമായ സോഴ്സ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് സഹിതം കൈവശം തയ്യാറാക്കി വയ്ക്കുകയും വേണം. അടുത്തതായി പറയുന്നത് AIS TS റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിലേക്കായി ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന വെബ്സൈറ്റിൽ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ പാൻ കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. യൂസർ ID ആയിട്ട് പാൻ കാർഡ് നമ്പർ ആണ് നൽകേണ്ടത്. ലോഗിൻ ചെയ്തു കഴിയുമ്പോൾ മെനു ബാർ കാണാം. അതിൽ നിന്നും ഡാഷ്ബോർഡ്, ഫയൽ, ഓതറൈസ്ഡ് പാർട്ട്ണർ സർവീസസ്, ശേഷം AS എന്നുള്ള ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ AS ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള പേജിൽ എത്തും. അതിനടുത്തുള്ള AS എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ 1 ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി, 2 ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 റിപ്പോർട്ടുകളും ഡൗൺലോഡ് ആകുന്നതാണ്. അതുപോലെ 26 AS റിപ്പോർട്ട് ലഭിക്കാനായി ഡാഷ്ബോർഡിൽ മെനുവിൽ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ ഫോം 26 AS എന്നത് സെലക്ട് ചെയ്താൽ 26 AS റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ മറുപടി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.